അങ്ങനെ ചെയ്യണവർക്ക് ഞാൻ എൻ്റെതായ ഒരു ഡിസ്കൗണ്ട് ഒക്കെ ഇട്ട് കൊടുക്കും റേറ്റിന്. കാരണം ഹായ് നമസ്കാരം. നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ അവർക്കൊരു വർക്ക് ചെയ്യാൻ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ക്രിയേറ്റീവ് ഫ്രീഡം, ഒരു ആർട്ടിസ്റ്റിക് ഫ്രീഡം കിട്ടുമ്പോഴാണ്. നമുക്ക് എന്ത് വരക്കാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും ആ ഒരു ഫ്രീഡം നമുക്ക് ആ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ അത് ആ വർക്ക് തരുന്ന ആൾ നമുക്ക് തരുമ്പോൾ ഒരു ഫീലുണ്ട്. ആ ഫീൽഡ് നമ്മളിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് നല്ല രസമായിരിക്കുകയാണ്, നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന വർക്ക് നകുൽ എന്നാണ് ക്ലൈൻറ്റിൻ്റെ പേര്, രണ്ടാമത്തെ വർക്ക് എൻ്റെ അടുത്ത് ചെയ്യാം. അപ്പോൾ നകുലിന് ഇവിടെ ഒരു ഒക്ടോബസിനെ വേണം. അപ്പോൾ അവൻ കൊണ്ടുവന്നത് വേറൊരു സ്റ്റുഡിയോയിലെ റെഫറൻസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ചെയ്യാം, എനിക്ക് ഫുള്ളായിട്ട് വിട്ട് തന്നെയാണെങ്കിൽ ഞാനത് വരച്ച് എൻ്റെ രീതിക്കാക്കിയിട്ട് എൻ്റേതായ ഒരു സ്റ്റൈലിൽ ചെയ്തു തരാമെന്നു. അവനത് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എൻ്റെ ഒരു സ്റ്റൈൽ. ഞാനപ്പോൾ അങ്ങനെ ചെയ്യണവർക്ക് ഞാൻ എൻ്റെതായ ഒരു ഡിസ്കൗണ്ട് ഒക്കെ ഇട്ട് കൊടുക്കും റേറ്റിന്. കാരണം എനിക്ക് അത്രയും ഫ്രീഡം തരുമ്പോൾ എനിക്ക് കുറേ എൻ്റെതായ ഒരു വർക്ക് എനിക്ക് കാണിക്കാൻ പറ്റും എല്ലാവരും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കും റേറ്റിൽ. അപ്പോൾ എല്ലാം കൊണ്ട് അവനും ഓക്കെ ഞാനും ഓക്കെ. ഞാൻ പേനയൊക്കെ എടുത്തിരുന്ന് വരച്ച് തുടങ്ങി. വരച്ച് ഏകദേശം ഒരു ഔട്ട്ലൈൻ ആയി കഴിഞ്ഞപ്പോൾ ചെയ്യാൻ തുടങ്ങി. നമുക്ക് അപ്പോൾ കിട്ടുന്നൊരു ഐഡിയാസ് ഉണ്ട്. ഫ്രീ ഹാൻഡ് സ്കെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്പോട്ടിൽ കിട്ടുന്ന ഐഡിയാസ് വെച്ചാണ് നമ്മൾ ഷെയ്ഡ്സും ഡോട്ട്സും ലൈനും ഒക്കെ ഇടണം. ചിലയിടത്ത് ഡാർക്ക് ആയിരിക്കും, ചിലടത്ത് ലൈറ്റ് ആയിരിക്കും. അതൊക്കെ കൊണ്ട് സ്പോട്ടിൽ കിട്ടുന്ന ഒരു ഐഡിയ, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആണ്, നമുക്ക് കുറച്ചും കൂടി ഐഡിയാസ് കിട്ടണേ. അപ്പോൾ അങ്ങനെ ചെയ്തൊരു വർക്കാണ് ഈ ഒക്ടോബസ്.